ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 19ാം സീസൺ അതിന്റെ ആവേശകരമായ ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും ക്രിക്കറ്റ് പ്രേമികളുടെ ശ്രദ്ധ മുഴുവൻ കളിസ്ഥലത്തിന് പുറമെ ഒരു വൻ വിവാദത്തിലേക്കാണ് നീളുന്നത്. കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ തുടരുമ്പോഴും മലയാളി സൂപ്പർ താരം സഞ്ജുവിനോട് BCCIയും സെലക്ടർമാരും കാണിക്കുന്ന അവഗണന ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ്. എന്നാൽ ഇത്തവണ ഈ വിഷയം വെറും ഒരു സോഷ്യൽ മീഡിയ ചർച്ചയായി ഒതുങ്ങുന്നില്ല. ഇന്ത്യൻ ക്രിക്കറ്റിലെ എക്കാലത്തെയും വലിയ ഇതിഹാസങ്ങളിൽ ഒരാളായ മുൻ നായകൻ സുനിൽ ഗവാസ്കർ തന്നെ ഈ നീതികേടിനെതിരെ വിരൽ ചൂണ്ടി രംഗത്തെത്തിയിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് ടീം പ്രഖ്യാപനത്തിൽ ഉയർന്ന പക്ഷപാതങ്ങളെക്കുറിച്ച് പ്രതികരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വരാനിരിക്കുന്ന ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിൽ നിന്നും സഞ്ജുവിനെ തഴഞ്ഞതിനെതിരെ ഗവാസ്കർ സ്ഫോടനാത്മകമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഇന്ത്യൻ ടീമിന്റെ നിലവിലെ ക്യാപ്റ്റൻ ഗില്ലിനും മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിനും സഞ്ജുവിനോട് വ്യക്തിപരമായ അസൂയയും ഭയവുമുണ്ടെന്ന ഗവാസ്കറുടെ തുറന്ന പറച്ചിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അന്തഃപുരങ്ങളെ പിടിച്ചുലയ്ക്കുന്നതായിരുന്നു. സഞ്ജുവിനെ ഏകദിന ടീമിൽ നിന്നും പുറത്താക്കിയ സെലക്ടർമാരുടെ തീരുമാനത്തെ കടുത്ത ഭാഷയിലാണ് സുനിൽ ഗവാസ്കർ വിമർശിച്ചത്. കായിക രംഗത്തെ മെറിറ്റും കളിമികവും മാനദണ്ഡമാക്കാതെ തികച്ചും ഏകപക്ഷീയമായാണ് ടീം പ്രഖ്യാപനം നടന്നിരിക്കുന്നതെന്ന് അദ്ദേഹം അടിവരയിടുന്നു. ദീർഘവീക്ഷണമില്ലാതെ ഇത്തരം തീരുമാനങ്ങൾ വരാനിരിക്കുന്ന വലിയ ടൂർണമെന്റുകളിൽ ഇന്ത്യക്ക് തിരിച്ചടിയാകുമെന്നാണ് ഗവാസ്കറുടെ മുന്നറിയിപ്പ്. വരും വർഷങ്ങളിൽ നടക്കാനിരിക്കുന്ന അന്താരാഷ്ട്ര ടൂർണമെന്റുകളെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ടീം തിരഞ്ഞെടുക്കാനെന്ന് ഗവാസ്കർ ഓർമ്മിപ്പിക്കുന്നു. വരാനിരിക്കുന്ന ഏകദിന ലോകകപ്പിന് വേദിയാകുന്നത് ദക്ഷിണാഫ്രിക്കൻ മണ്ണിലെ പിച്ചുകളുടെ സ്വഭാവം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അവിടെ പേസിനെയും ബൗൺസിനെയും അതിജീവിച്ച് റൺസ് കണ്ടെത്താൻ പ്രത്യേക സാങ്കേതിക തികവുള്ള ബാറ്റ്സ്മാൻമാർ ആവശ്യമാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൽ സാധാരണയായി ആരും ചെയ്യാൻ മടിക്കുന്ന കാര്യമാണ് നിലവിൽ നായകനെയും പരിശീലകനെയും നേരിട്ട് കുറ്റപ്പെടുത്തുക എന്നത്. എന്നാൽ സഞ്ജുവിന്റെ കാര്യത്തിൽ വലിയൊരു അനീതി നടക്കുന്നുവെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഗവാസ്കർ ഇരുവരുടെയും പേരുകൾ എടുത്തു പറഞ്ഞ് രംഗത്തെത്തിയത്. ടീം മാനേജ്മെന്റിന്റെ സ്വാർത്ഥ താല്പര്യങ്ങളാണ് ടീം സെലക്ഷനെ സ്വാധീനിക്കുന്നതെന്ന ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. സുനിൽ ഗവാസ്കറുടെ നിരീക്ഷണം അനുസരിച്ച് സഞ്ജു ടീമിലേക്ക് വരികയും സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കുകയും ചെയ്താൽ അത് നിലവിലെ പല പ്രമുഖരുടെയും സ്ഥാനത്തിന് ഭീഷണിയാകും. ക്യാപ്റ്റൻ ഗില്ലിനേക്കാളും വലിയ ജനപ്രീതിയും കളിമികവും സഞ്ജുവിനുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ സഞ്ജു കൂടുതൽ വളർന്നാൽ ടീമിലെ തങ്ങളുടെ അപ്രമാദിത്വം നഷ്ടപ്പെടുമെന്ന് ഗില്ലും കോച്ച് ഗൗതം ഗംഭീറും ഭയപ്പെടുന്നുണ്ടാകാം. സഞ്ജുവിന്റെ വിജയങ്ങളോട് ടീം മാനേജ്മെന്റിലുള്ള ചിലർക്ക് കടുത്ത അസൂയയുണ്ടെന്നാണ് ഗവാസ്കറുടെ പക്ഷം. തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുന്ന ഒരു കളിക്കാരന് തുടർച്ചയായി അവസരങ്ങൾ നൽകുമ്പോൾ അയാൾ കൂടുതൽ തിളങ്ങും. ഈ തിളക്കം തങ്ങളുടെ പദവികൾക്ക് മങ്ങലേൽപ്പിക്കാതിരിക്കാൻ സഞ്ജുവിനെ തുടക്കത്തിലെ ഒതുക്കുക എന്ന തന്ത്രമാണ് ഗില്ലും ഗംഭീറും പയറ്റുന്നതെന്ന് ക്രിക്കറ്റ് വൃത്തങ്ങളിൽ സംസാരമുണ്ട്. ഈ വർഷത്തെ IPLൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി സഞ്ജു കാഴ്ചവെക്കുന്ന പ്രകടനങ്ങൾ അദ്ദേഹത്തിന്റെ കളിമികവിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ്. ഉത്തരവാദിത്തമുള്ള ബാറ്റിംഗ് ശൈലിയും പക്വതയാർന്ന സമീപനവും കൊണ്ട് ചെന്നൈ നിരയിലെ ഏറ്റവും വിശ്വസ്തനായ ബാറ്ററായി മാറാൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ പ്രക്രിയ പലപ്പോഴും സുതാര്യമല്ലെന്ന ആക്ഷേപം പണ്ട് മുതലേ ഉള്ളതാണ്. ചില പ്രത്യേക ലോബികളുടെയും വൻകിട സംസ്ഥാന അസോസിയേഷനുകളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് സെലക്ടർമാർ ശ്രമിക്കാറുള്ളത്. വടക്കേ ഇന്ത്യൻ കളിക്കാർക്ക് ലഭിക്കുന്ന പരിഗണനയോ പിന്തുണയോ പലപ്പോഴും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പ്രതിഭകൾക്ക് ലഭിക്കാറില്ല എന്ന കടുത്ത യാഥാർത്ഥ്യം സഞ്ജുവിന്റെ കരിയർ പരിശോധിച്ചാൽ മനസ്സിലാകും. ഒരു മത്സരത്തിൽ സെഞ്ചുറി അടിച്ചാൽ പോലും അടുത്ത മത്സരത്തിൽ സഞ്ജുവിന് ടീമിൽ സ്ഥാനം ഉറപ്പില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. അതേസമയം മറുഭാഗത്ത് ഫോമില്ലാതെ തുടർച്ചയായി പരാജയപ്പെടുന്ന ചില കളിക്കാർക്കും ടീം മാനേജ്മെന്റ് മാസങ്ങളോളം അവസരങ്ങൾ വെച്ചു നീട്ടാറുണ്ട്. ഈ ഇരട്ടത്താപ്പാണ് സുനിൽ ഗവാസ്കറെ പോലൊരു മുതിർന്ന താരത്തെ പ്രകോപിപ്പിച്ചത്. സുനിൽ ഗവാസ്കർ നടത്തിയ ഈ തുറന്ന പറച്ചിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്കും മാറ്റങ്ങൾക്കും വഴിതെളിക്കുമെന്നത് ഉറപ്പാണ്. BCCI ഭാരവാഹികൾക്കോ സെലക്ടർമാർക്കോ ഈ പ്രസ്താവനയെ അത്ര പെട്ടെന്ന് തള്ളിക്കളയാൻ കഴിയില്ല. ഗവാസ്കറുടെ വാക്കുകൾക്ക് ക്രിക്കറ്റ് ലോകത്ത് അത്രമാത്രം വിലയുണ്ട്. ഗവാസ്കറുടെ ആരോപണങ്ങളോട് ക്യാപ്റ്റൻ ഗില്ലോ പരിശീലകൻ ഗൗതം ഗംഭീറോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ല. വരും ദിവസങ്ങളിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇവർക്ക് ഇതിന് മറുപടി നൽകേണ്ടി വരും. വരാനിരിക്കുന്ന പരമ്പരകളിൽ ടീം പരാജയപ്പെടുകയാണെങ്കിൽ സെലക്ഷൻ കമ്മിറ്റിക്കെതിരെയും മാനേജ്മെന്റിനെതിരെയും വിരൽ ചൂണ്ടാൻ ഗവാസ്കറുടെ ഈ പ്രസ്താവന പ്രതിപക്ഷത്തിനും ആരാധകർക്കും വലിയൊരു ആയുധമായി മാറും. ക്രിക്കറ്റ് എന്നത് വ്യക്തിഗത താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള വേദിയല്ല, മറിച്ച് രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കേണ്ട ഇടമാണ്. വ്യക്തിപരമായ അസൂയയുടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ സഞ്ജുവിനെ പോലൊരു ലോകോത്തര പ്രതിഭയെ ഒതുക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിന് തന്നെ വലിയൊരു നാണക്കേടാണ്. കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ നിൽക്കുന്ന മലയാളി താരത്തിന് അർഹമായ പരിഗണന നൽകാൻ BCCI ഇനിയെങ്കിലും തയ്യാറാകണം. സുനിൽ ഗവാസ്കർ ഉയർത്തിയ ശബ്ദം വെറുമൊരു വിവാദമായി അവസാനിക്കാതെ ഇന്ത്യൻ ക്രിക്കറ്റിലെ സെലക്ഷൻ പ്രക്രിയയെ കൂടുതൽ സുതാര്യമാക്കാൻ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.